ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ പല്ലിശ്ശേരി, താങ്കൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുന്നുണ്ടോ? ഇവിടെ മമ്മൂട്ടി ഉള്ളത് കൊണ്ട് മമ്മൂട്ടിക്ക് തന്നെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുത്തേ തീരൂ എന്ന, കാരണം ആ കഥാപാത്രവും അത്ര ശക്തമായിരുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് ജൂറി എത്തുകയായിരുന്നു. അവിടെ ആസിഫ് അലിയും ടൊവിനോയും പ്രത്യേക ജൂറി പരാമർശത്തിലേക്ക് തള്ളപ്പെട്ടു. ഞാൻ 3 മണിക്ക് നിങ്ങളുടെ ചാനലിൽ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഇത്രയും വന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള മമ്മൂട്ടി എന്ന സംശയമില്ല. പക്ഷേ മമ്മൂട്ടിക്ക് 6-7 അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഇത്ര അവാർഡുകളിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അവാർഡ് കൊടുത്ത് നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കുറവാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ മമ്മൂട്ടിയുടെ പ്രശ്നം മാത്രമല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ അവാർഡുകൾ ഈ സിനിമയിൽ മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണത്. ഇനി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനിവിടെ ഇതെല്ലാം കണ്ടിരുന്നു. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. കേന്ദ്രത്തിന്റെ നയം, സംസ്ഥാനത്തിന്റെ നയം, അത് വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ അവാർഡ് പ്രഖ്യാപിക്കണം. ഒന്നാമത് ഞാനിവിടെ മികച്ച സിനിമ തന്നെ എടുക്കാം. നമുക്ക് മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് 10 അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ബ്രഹ്മയുഗത്തിന് മികച്ച സിനിമയ്ക്കോ രണ്ടാമത്തെ സിനിമയ്ക്കോ ഉള്ള അവാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണത്. ഫെമിനിച്ചി ഫാത്തിമ ഈ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാതെ അങ്ങനത്തെ വന്നുള്ള സിനിമയല്ല. പക്ഷെ ഇത് മഞ്ഞുൽ ബോയ്സ് മോശം സിനിമ മാത്രമല്ല, അതൊരു കച്ചവട സിനിമയായി നിന്നുകൊണ്ട് കോടികൾ നേടിയ സിനിമയാണത്. എന്നാൽ ബ്രഹ്മയുഗം, അവിടെ ഞാൻ പറയാൻ കാരണം, ബ്രഹ്മയുഗത്തിന്റെ ആകർഷണ കേന്ദ്രം എന്ന് ഇപ്പൊ അവാർഡ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഓൺലി മമ്മൂട്ടിയെ മാത്രമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോ രാഹുൽ സദാശിവൻ എന്നുള്ളൊരു സംവിധായകനുണ്ട്, എഴുത്തുകാരനുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. 3 കഥാപാത്രങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ആ സിനിമയെ വൻ വിജയമാക്കി തീർത്തത്. അപ്പോ ഫിലിം വൈ ഡയറക്ഷൻ എഴുതി കാണിക്കാൻ സർവ്വതാ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ രാഹുൽ സദാശിവൻ. ആ രാഹുൽ സദാശിവന് അവാർഡുകൾ ഇല്ല എന്നുള്ളത് ഞാൻ പറയട്ടെ. ഇവിടെ ചിദംബരത്തിനാണ് മികച്ച തിരക്കഥയ്ക്കും സംവിധാനത്തിനും മഞ്ഞുമ്മൽ ബോയ്സ് കൊടുത്തിട്ടുള്ളത്. കൊടുത്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് ഈ 2 പടവും നമ്മൾ എടുക്കുമോ, മഞ്ഞുമ്മൽ ബോയ്സും ബ്രഹ്മയുഗവും എന്തുകൊണ്ട് നല്ല മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് എന്തുകൊണ്ട് പങ്കിട്ടില്ല? അങ്ങനെ കൊടുക്കണമെങ്കിൽ അപ്പൊ അങ്ങനെ അപ്പൊ തിരക്കഥ ഈ ബ്രഹ്മയുഗം കണ്ടവർക്കറിയാം. ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് പറയുന്നതാ. ബ്രഹ്മയുഗം കണ്ടിട്ട് വരുമ്പോ അതിന്റെ തിരക്കഥ, അതിന്റെ സംവിധാനം, അതിന്റെ മ്യൂസിക്, അഭിനയത്തിന് വേറെ കാര്യം കൂടി ഉണ്ട്. മമ്മൂട്ടിക്ക് ബെസ്റ്റ് മികച്ച നടൻ അവാർഡ് കൊടുത്തപ്പോ അതിൽ സിദ്ധാർത്ഥ ഭരതനും സൗബിൻ ഷഹീറിനാണ് സ്വഭാവ നടനുള്ള അവാർഡ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിനേക്കാൾ മികച്ചൊരു ചെറുപ്പക്കാരൻ നമ്മൾ പറഞ്ഞു. സിദ്ധാർത്ഥ ഭരതനൊപ്പം തന്നെ അഭിനയിച്ച അർജുൻ അശോക് എന്നൊരു ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരാണ് സത്യത്തില് മമ്മൂട്ടിയോടൊപ്പമോ തൊറ്റു താഴെയോ മികച്ചതായിട്ടുള്ള അഭിനന്ദ. ഈ ചെറുപ്പക്കാരനില്ലെങ്കിൽ മമ്മൂട്ടി ഇല്ല. ഈ 2 ചെറുപ്പക്കാരനില്ലെങ്കിൽ മമ്മൂട്ടിയുടെ അഭിനയം ഇത്രയും മികച്ചു നിൽക്കാൻ വഴിയില്ല എന്നാലോചിക്കണം. അപ്പൊ നമ്മള് ബോധപൂർവം നിങ്ങളല്ലേ കൊടുക്കോ, സ്വഭാവം നടന്ന അവാർഡ് കൊടുക്കുമ്പോ സിദ്ധാർത്ഥ ഭരതനും അർജുനും കൊടുക്കോ? അതല്ലേ ഷൗവി? എത്ര പേർക്ക് കൊടുത്താലെന്താ? ഇത്ര പേർക്ക് കൊടുക്കാവുന്നൊരു തീരുമാനമില്ല. മികച്ചത് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ 2 പേർക്ക് പങ്കിടുമ്പോൾ മികച്ചായ മറ്റൊരു നടൻ നിങ്ങൾ മികവിൽ മികച്ചത് എന്നുണ്ടല്ലോ, ഒരാളെ കണ്ടെത്താമല്ലോ അവിടെ. ഏതോ മികവിൽ മികച്ചത് എന്നുണ്ടല്ലോ, ഒരാളെ കണ്ടെത്താമല്ലോ. അങ്ങനെ ഒരു ചോദ്യം തെരഞ്ഞെടുക്കോ? അപ്പോ താങ്കള് ഈ ബ്രഹ്മയുഗം, ഞാൻ എന്റെ അഭിപ്രായമാണ്, അവാർഡ് എന്റെ അഭിപ്രായം, ബ്രഹ്മയുഗം കണ്ടവർക്കറിയാം. ഈ സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും തൊടുക്കും മികവിൽ മികച്ചത് ആരാണെന്ന് പറയാൻ കഴിയുമോ? അവിടെ ചോദ്യമുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ വേറെ നടക്കുക, ആസിഫ് അലിയുടെ അഭിനയം മോശമായിട്ടുണ്ടോ? മോശമായിട്ടെന്ന് പറയാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരൻ ഒന്നെങ്കിലും സ്പെഷ്യൽ ജൂറി അവാർഡെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? പരാമർശമല്ല എങ്കിലൊരു സ്പെഷ്യൽ ജൂറി അവാർഡെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? അപ്പൊ ഇതെന്താ കാരണം? ഒരു കാര്യം മനസ്സിലായി. മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ മമ്മൂട്ടി ഫിലിം ബൈ മമ്മൂട്ടി എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പടത്തിന് തിരക്കഥയ്ക്ക് കൊടുത്തിട്ടില്ല, ആ പടത്തിന് പിന്നെ മികച്ച സംവിധാനം കൊടുത്തിട്ടില്ല. ഇത് 2 പടങ്ങളൊന്നും പങ്കിട്ടെടുത്തിട്ടില്ല എന്നാലോചിക്കണം. ഞാനിപ്പോ ആയിരിക്കും വേറൊരു കാര്യമാണ് ആയിരിക്കുന്നത്. ഇവിടെ MT വാസുദേവൻ നായരും ഹരിഹരനും ചേർന്ന് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾക്ക് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.
പക്ഷെ ആ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഹരിഹരന്റെ പേരുണ്ടാവാറില്ല. അവിടെ ഫിലിം ബൈ MT വാസുദേവൻ നായർ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഹരിഹരൻ എന്ന ഡയറക്ടറെ പ്രോത്സാഹിപ്പിക്കാനോ കൊടുക്കാൻ കളികൾ നടന്നിട്ടുണ്ടെങ്കിൽ കളികൾ നടക്കാറുണ്ട്. നമ്മൾ അതൊന്നും കുറച്ച് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേന്ദ്രത്തിന്റെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വേറെ അഭിപ്രായം പറഞ്ഞു, സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വേറെ അഭിപ്രായം പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ, കേന്ദ്രത്തിന്റെ അവാർഡിനെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ ദേശീയ പുരസ്കാര നിർണയത്തെ കുറ്റം പറഞ്ഞയാൾ സംസ്ഥാന അവാർഡ് നിർണയത്തിലെ ജൂറി ചെയർമാനായിട്ടിരിക്കുകയായിരുന്നു ശ്രീ പ്രകാശ് രാജ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വിജയരാഘവൻ അവിടെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ളത്. കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെന്താ പറഞ്ഞത്, നല്ല നടൻ അവാർഡ് കൊടുത്തിട്ടില്ലല്ലോ പറഞ്ഞ് പരിഹസിച്ചില്ല. ഇവിടെ അതുപോലും പരാമർശം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രകാശ് രാജ് നമ്മുടെ അവാർഡ് കമ്മിറ്റി എടുക്കുമ്പോൾ ഈ അവാർഡ് കമ്മിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കുക. അവിടെ മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞ ആര് ജൂറിയിലുണ്ട്? ഇവിടെ ആരും നമുക്ക് പറയാൻ പറ്റുമോ? പ്രകാശ് രാജ് മികച്ച സംവിധായകനല്ല. ഒരു സിനിമയുടെ കപ്പിത്താൻ സംവിധായകൻ. നമ്മൾ വന്ന ജൂറി അവാർഡിൽ ചെയർമാൻമാരെ ഇരുന്ന ഭൂരിഭാഗം പേരും ഇവിടെ മികച്ച സംവിധായകരായിരുന്നു. പ്രകാശ് രാജ് ഒരു നല്ല നടനാണ്. ഒരു തവണ പ്രിയന്റെ പടത്തിൽ അവന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശരി തന്നെ, ദേശീയ അവാർഡ് അഭിനയത്തിന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു സിനിമ ഒരു സംസ്ഥാനത്തിന്റെ ജൂറി ചെയർമാൻ ആയിരിക്കാനുള്ള യോഗ്യത അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ വർഷവും അവാർഡ് കമ്മിറ്റിയിൽ ഒരു മികച്ച സംവിധായകന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അത് എവിടെ? ഇത്തവണത്തെ ജൂറിമാർ നമ്മൾ പരിശോധിച്ച് നോക്കൂ. മികച്ചത് എന്ന് പറയാവുന്ന എത്ര പേര് ആ കമ്മിറ്റിയിലുണ്ട്? ഞാൻ ആരും കുറ്റം പറയല്ല. നമ്മൾ കാലാകാലങ്ങളായി കണ്ട് പരിചയിച്ചു വന്ന ഒരാളാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഞാനിത് വെറുതെ പറയുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും തന്നെ പറയുകൊണ്ടിരിക്കാം. അപ്പൊ അതൊക്കെ പോട്ടെ. പിന്നെ എനിക്ക് എതിർപ്പില്ലാത്തത് എന്താ, ഫെമിനി ഫാത്തിമ ഒരു നല്ല സിനിമയാണ്. അപ്പൊ ഞാൻ വയ്ക്കുന്ന നിർദ്ദേശം എന്താ, ഏറ്റവും മികച്ച, അതായത് കലാമേന്മയുള്ള ഒരു ചിത്രം അത് മഞ്ഞുമൽ ബോയ്സിന് കൊടുത്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭ്രമയുഗവും ഫെമിനി ഫാത്തിമയും തുല്യ പ്രാധാന്യമുള്ള മികച്ച സിനിമകളെ എടുത്തുകൂടാമായിരുന്നു? അതൊരു കച്ചവട സിനിമയൊന്നുമല്ല. ഫെമിന ഫാത്തിമ കച്ചവട സിനിമയൊന്നുമില്ല. താരജാട കഴിഞ്ഞ സിനിമയൊന്നും അല്ല ശരിക്ക്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ, അപ്പൊ ഇത് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ പറയാ, ഞാൻ ജാതിയിലും മതത്തിലും ഒന്നും വിശ്വസിക്കുന്ന ഒരാളും അല്ല. എന്റെ ജീവിതത്തിൽ നേവരുണ്ടായിട്ടില്ല. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ കൂടിയാണ്. പറയാനൊരു മടിയുമില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിവാസവും പറഞ്ഞാല് അത് തലകുലിച്ചു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇല്ലേ? ഇപ്പൊ ഞാൻ വേദനയോടെ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട് ഇവിടെ. വേദനയോടെ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മളിവിടെ മികച്ച പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആ മികച്ച പാട്ടുകളില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരാണ് വേടൻ. ഒരു സംശയവുമില്ല. അവന്റെ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്, ഒക്കെ ഉണ്ട്. അയാളുടെ പാട്ട് ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ആയിട്ട് പഠിക്കാനും എടുത്തിട്ടൊക്കെ ശരി. ഇതൊക്കെ ആയാലും ഞാൻ ഇവിടെ ഈ മികച്ച പാട്ടിന്റെ കാര്യം ഒരു കുതന്ത്രം എന്നുള്ള സാധനമാണിത്. അത് വേടന് കൊടുത്ത് ആരെഴുതിയാലും ശരി, ആ സിനിമ നിങ്ങൾ കാണുമോ? സിനിമ കണ്ടപ്പോ തന്നെ കണ്ടു. അതിന്റെ എന്താ ഉള്ളത്? അതിന്റെ വരികൾ എന്താണ്? കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, ഇങ്ങനെ. ഇതാണ് ഈ പാട്ട് എന്ന് ആലോചിക്കണം. ഇതിൽ കാവ്യാത്മകമായിട്ടുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതൊരു മുദ്രാവാക്യമാണെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അപ്പോ ഞാനത് വേടന് കൊടുത്തിട്ട് വിമർശിക്കല്ല. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ മലയാള സിനിമയിൽ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അവാർഡാണ്. അത് കൊടുത്തവരെല്ലാം മണ്ടന്മാരോ അല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരോ ഒക്കെ ആയിരുന്നു നമ്മൾ വിശ്വസിക്കേണ്ടല്ലേ? നട്ടലുള്ളവര്, കലയെ അറിയുന്നവര്, എഴുത്തറിയുന്നവര്, സിനിമ അറിയുന്നവര് വേണം അവിടെ ഇരിക്കേണ്ടത്. ഞങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള ജൂറിമാരാണ് കമ്മിറ്റി ഉണ്ടാവേണ്ടതെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമെന്നുള്ളതാ. എന്തുകൊണ്ടാണ് നിങ്ങൾ 1-ാം തീയതി പ്രഖ്യാപിക്കാനുള്ള അവാർഡ് 3-ാം തീയതി ആക്കിയത്? അപ്പോൾ തന്നെ എന്തോ തകിടം മറിഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ അവാർഡിന്റെ ഉള്ളിൽ നടന്ന, അതായത് അവാർഡിനുള്ളിലെ അവാർഡിന്റെ കഥ പുറത്ത് വരാതിരിക്കും. അതെന്താണ് താങ്കൾ 1-ാം തീയതി 3-ാം തീയതിയിലേക്ക് മാറ്റിയതിൽ താങ്കൾ എന്താണ് അതിനകത്തൊരു ദുരൂഹത കാണുന്നത്? 1-ാം തീയതി, അതായത് 1-ാം തീയതിക്ക് മുമ്പ് ഇതിന്റെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 1-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്ന സാധനം 3-ാം തീയതിക്ക് മാറ്റി എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് 2-ാം തീയതി വെച്ചില്ല? 3-ാം തീയതി ആയിരിക്കും? അപ്പൊ ഞാനായിട്ട് സംസാരിച്ചപ്പോ, ഞാനിത് ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ കുറെ പേരായിട്ട് ബന്ധങ്ങളുള്ളതാ.
അവാർഡ് കമ്മിറ്റിയുള്ള ആൾക്കാരും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ബന്ധമുള്ളതാണത്. പലരും വിളിച്ച് ചോദിച്ചു, എന്തോ ഒന്നും മണക്കുന്നില്ല. ഞാൻ എന്ത് മണക്കാൻ? ഞാൻ പറഞ്ഞു, ഒന്നാമത് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള അവാർഡ് ആർക്ക് കൊടുക്കുന്നു, അത് കൊടുത്തോട്ടെ. നമ്മുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുമ്പോഴും നമ്മൾ ആ കലാസൃഷ്ടികൾ കണ്ടിട്ടായിരിക്കണം, അല്ല കാണാതെ പറയരുത്. അല്ലെ, മുമ്പ് എങ്ങനെയായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ വന്നാൽ പിന്നെ എല്ലാവർക്കും പേടിയായി, അയ്യോ ഇനി നമുക്ക് അവാർഡ് കിട്ടില്ല, അടൂർ ഞാൻ കൊടുക്കാന്നുള്ളത്. അടൂരിന് പ്രിയദർശൻ പരാജയപ്പെടുത്തിയില്ലേ? ആലോചിച്ച് നോക്ക്. ഈ പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ ഇവിടെ വളരെ മോശമായിട്ട് പറഞ്ഞു, തിരുവനന്തപുരം ബിൽറ്റിന്റെ ഒരു കണ്ണി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നതാ ഇല്ലേ? അപ്പോൾ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ശ്രീ പല്ലിശ്ശേരി. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് മമ്മൂട്ടിക്ക് കുറേയേറെ അവാർഡുകൾ കിട്ടിയല്ലോ, ചെറുപ്പക്കാർക്ക് പരിഗണന കിട്ടട്ടെ എന്ന്. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ മത്സരിച്ച് തന്നെ ജയിക്കുകയല്ലേ വേണ്ടത്? നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണ്ട, ഈ അവാർഡിന്റെ അദ്ദേഹത്തിന് ഇത്രയും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ? അങ്ങനെ വരുമ്പോ ഇനി മമ്മൂട്ടി കൊടുത്തോ? മമ്മൂട്ടി കൊടുക്കുമ്പോ ഈ ആസിഫ് അലി എന്നുള്ള ചെറുപ്പക്കാരൻ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ കൂടി അവാർഡ് കൊടുക്കുക. എന്താ കൊടുത്ത? അങ്ങനെ അവാർഡ് കൊടുക്കുമ്പോൾ മമ്മൂട്ടി കൊടുത്ത അവാർഡിന്റെ തിളക്കം കുറയോ? ഇല്ലല്ലോ. മമ്മൂട്ടിയുടെ സിനിമ കണ്ടവരുണ്ട്, ആസിഫ് അലിയുടെ സിനിമ കണ്ടവരുണ്ട്, ടോവിനോയുടെ സിനിമ ഈ സിനിമ കണ്ടവരുടെ മനസ്സിലൊക്കെ ഇവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അർഹതപ്പെട്ടവർ കൊടുക്കുമ്പോൾ ആരും കുറ്റം പറയില്ല. ഉണ്ടല്ലോ, ഇവിടെ നാഷണൽ അവാർഡ് ഒരു തവണ 3 പ്രാവശ്യം കൊടുത്തു മികച്ച നടനുള്ളത്. അതിൽ 2 പേര് കേരളത്തിൽ നിന്നായിരുന്നു, ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപി ആയിരുന്നു. ആലോചിക്കണം. അപ്പോ അങ്ങനെയൊക്കെ നടക്കാം. ഇവിടെ തന്നെ ഇപ്പൊ എന്താ, സഹ നടിമാരും 2 പേർക്ക് കൊടുത്തിട്ടില്ലേ? അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് നമുക്ക്, അല്ലേ? 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. സഹ നടന്മാരായിട്ട് 2 പേർക്ക് കൊടുത്തിട്ടില്ലേ? അപ്പോ ഒന്നിൽ കൂടുതൽ പേര് ഇവിടെ കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കോ, അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോ ഈ സംസ്ഥാന ഗവൺമെന്റ് അവാർഡിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷെ താങ്കൾ ഇതുവരെ 1-ാം തീയതിയിൽ നിന്ന് 3-ാം തീയതിയിലേക്ക് മാറ്റിയതിന്റെ കാരണം കുറച്ചുകൂടി വ്യക്തമാക്കി പറയാൻ പറ്റുമോ? 1-ാം തീയതിയിൽ നിന്ന് 3-ാം തീയതിയിലേക്ക് മാറ്റിയതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലും പലരും സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതിലെന്തോ തകിടം പറഞ്ഞിട്ടുണ്ട്. ഈ അവാർഡിന്റെ ചില മാറ്റി എഴുതിയിട്ടുണ്ട്, ചില അവാർഡുകൾ മാറിയിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയം പറയുന്നുണ്ട്, രാഷ്ട്രീയം ജാതി എല്ലാം ഇടകലർന്ന ഒരു അവാർഡാണ് ഇത്തവണത്തെ അവാർഡ് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല എന്നുള്ളതാണ്. അത് എവിടെ മറിഞ്ഞു, എങ്ങനെ മറിഞ്ഞു എന്നുള്ളത് ഈ അവാർഡ് കമ്മിറ്റിയിൽ ഉള്ളിലുള്ള മെമ്പർമാരിൽ ചിലർ തന്നെ പറയും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നുന്നു, വിജയരാഘവൻ ഫൈനൽ റൗണ്ടിൽ എത്താത്തതിലുള്ള അത്ഭുതമാണ്. അതെ, അത്ഭുതത്തിൽ വിജയരാഘവൻ വേണ്ടി പറയാൻ ആളില്ല. വിജയരാഘവൻ ആരുടെയും പുറകെ ചൊറിഞ്ഞു നടക്കാറില്ല, ആരുടെ കൊടിയും പിടിക്കാറില്ല എന്നാലോചിക്കണം ഇല്ലേ? നമുക്കതൊക്കെ വിഷമുള്ള കാര്യം. ഉർവശി ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? ഉർവശി ഉണ്ടായിരുന്നല്ലോ. വിജയരാഘവന്റെ ആ പടം കണ്ടവർക്കറിയാം ഇത്രയും മനോഹരമായിട്ട് നമ്മൾ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി കൊടുക്കുന്ന മാർക്കിന് ഒപ്പം നിർത്താവുന്ന അല്ലെങ്കിൽ തൊട്ടു താഴെ നിർത്താവുന്ന അഭിനയ ശൈലി വിജയരാഘവൻ ചെയ്തിട്ടുണ്ട്. ആ വിജയരാഘവന്റെ പേരേ പരാമർശിക്കുന്നില്ല എന്നാലോചിക്കണം. വിജയരാഘവൻ ഇനി ഒരു അവാർഡ് കിട്ടാനുള്ള അവസരം ഉണ്ടാകുമോ? കുറവാണ്. കാരണം ഇപ്പൊ തന്നെ പ്രായമൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി അത്രയും വെറൈറ്റി സിനിമകളൊന്നും വരണമെന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ജൂറി മെമ്പർമാരുടെ അവരാരൊക്കെയാണ്, അവർ ഏതെല്ലാം പടങ്ങള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ യോഗ്യത നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോ വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്, ഈ ചില നടന്മാരുടെയും ചില പ്രൊഡ്യൂസർമാരുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ചില അവാർഡുണ്ട്. ഇങ്ങനെ മുമ്പൊരിക്കൽ ഇവിടെ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ 2 പ്രഗത്ഭ സംവിധായകര് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ മെമ്പർമാരെ പോയി. ഒരാള് മമ്മൂട്ടിയുടെയും ഒരാൾ മോഹൻലാലിന്റെയും ആളായിരുന്നു. ആലോചിക്കണം. അവിടെ ഇവരിവിടെ വന്നിട്ട് വഴക്കുകൂടി. ഞാൻ തന്നെയാണ് ഈ 2 പേരെ ഇന്റർവ്യൂ എടുത്തുള്ളത്. പക്ഷെ ഈ 2 പേർക്കും ഡേറ്റ് പിന്നീട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആലോചിക്കണം. അപ്പൊ ഇവിടുന്ന് നമ്മൾ കച്ചവടം ഉറപ്പിച്ചു പോകാൻ ചിലർക്ക് അതുമാതിരി കച്ചവടങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അത് പല രീതിയിലുണ്ട്. ഇത് നീതിപൂർവമാണ് എന്ന് പറയുമ്പോ അനീതിപൂർവമാണ് എന്ന് പറയാൻ ഒരു മടിയും സിനിമ കണ്ട ഒരാളെ നിലയ്ക്ക് വെറുതെ ഇത്രയും സിനിമകൾ കണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആസ്വാദന നിലയ്ക്ക് എനിക്ക് പറയാനും പറ്റും. പല്ലിശ്ശേരി, ദയവായി കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ താങ്കൾ തുടരുക. ശ്രീ വിനു കിരീത്, താങ്കൾ യോജിക്കുന്നുണ്ടോ പല്ലിശ്ശേരിയുടെ ഈ അഭിപ്രായത്തോട്? ശ്രീ പല്ലിശ്ശേരി, ദയവായി ടെലിഫോൺ ലൈനിൽ